ചരിത്രത്തിലെ ഏറ്റവും പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശത്തിന് ഇനി 54 മണിക്കൂർ. പ്രളയം മുതൽ ശബരിമല വരെയുള്ള അനേകം വിഷയങ്ങളാണ് ഞായറാഴ്ച വൈകിട്ട് പ്രചാരണം അവസാനിക്കുന്നത്. ചൊവ്വാഴ്ച കേരളം ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്ത് വിധി എഴുതും? ഓരോ മണ്ഡലത്തിലെയും സാധ്യതകളും സ്വാധീനിക്കുന്ന വിഷയങ്ങളും വിലയിരുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത്, ആറ്റിങ്ങിൽ നിന്ന് വി ആർ കാർത്തിക്, കൊല്ലത്തിന്റെയും പത്തനംതിട്ടയും സാധ്യതകളുമായി ശ്യാം ദേവരാജ് എന്നിവർ ചേരുന്നു. ഒപ്പം ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളെ വി വിനോദും, കോട്ടയത്തെ ശ്രീജിത്തും, എറണാകുളം, ഇടുക്കി, ചാലക്കുടി മണ്ഡലങ്ങളെ എൻ ശ്രീനാഥും വിലയിരുത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് സുവീഷ്നാഥും, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും, മലപ്പുറത്ത് നിന്ന് അനുമോദും ചേരും. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും, വയനാട്ടിൽ നിന്ന് അശ്വിൻ വല്ലത്തും, കണ്ണൂരിൽ നിന്ന് മനു ഭരതും വരുന്ന മണിക്കൂറുകളിൽ ചേരുന്നതാണ്. ആദ്യം സജിത്തിലേക്കാണ്. സജിത്ത്, തിരുവനന്തപുരത്തെ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പുകൾ 54 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴുള്ള മൂഡ് എന്താണ്? പ്രചാരണ വിഷയങ്ങൾ എന്താണ്? പൊതുവികാരം എന്താണ്? ഗോപി, തിരുവനന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിശേഷിക്കുമ്പോൾ പ്രവചനാതീതമെന്നും ത്രികോണ പോരാട്ടമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് എന്നതാണ് വസ്തുത. കാരണം 3 കക്ഷികൾക്കും ഒരേ തരത്തിലുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലും എത്തി നിൽക്കുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാരണം. ഇനി അവശേഷിക്കുന്ന 3 ദിവസങ്ങളിലെ പ്രചരണത്തിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകൾ ജനവിധിയെ അതീവ സങ്കീർണമായി നിർണായകമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, BJP സംസ്ഥാനത്ത് ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി വന്നു. ഇതോടുകൂടി BJP ക്യാമ്പുകൾ വലിയ ആവേശമാണ്. മണ്ഡലം ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളാണ്. ഇന്നലെ പ്രധാനമന്ത്രി കൂടി എത്തിയതോടെ ആ തരത്തിൽ പുതിയ ആവേശം കൈവന്ന് തങ്ങൾക്ക് മേൽക്കൈ ഉണ്ട് എന്ന് തന്നെയാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ. ആ തരത്തിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിറ്റിംഗ് MP ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കടുത്ത വെല്ലുവിളിയാണ്. കാരണം ശശി തരൂർ ഇത്തവണയും 3ാമതും പാർലമെന്റിലെത്തുമോ എന്ന നിർണായകമായ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ്. ശശി തരൂർ നിർണായക ഘടകമാണ്. അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള തന്നെ പ്രവർത്തനമുണ്ട്. പഴയ ശാക്തിക മേഖലകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് ക്യാമ്പ് നേരത്തെ നടത്തിയിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തീരദേശ മേഖലയ്ക്കുള്ള പ്രാധാന്യം, തീരദേശ മേഖല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതാണ്. ഇത്തവണയും അത് കൈവിടില്ല എന്നത് തന്നെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രചരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതും. എന്തായാലും മണ്ഡലത്തിൽ തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ആ തരത്തിലാണ് പൊതുവിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന വാദങ്ങളും അവരുടെ പ്രതീക്ഷകളും. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രചരണ രംഗത്ത് ചില തർക്കങ്ങളും പ്രശ്നങ്ങൾക്കും ഉണ്ടായെങ്കിൽ കൂടിയും അത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അതിനെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ പ്രകടമായിരുന്നു. വളരെ സജീവമായി തന്നെ കോൺഗ്രസും പ്രചരണ പ്രവർത്തനങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 3ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ എത്തി എന്നതായിരുന്നു ഇടതു മുന്നണിക്കുണ്ടായിരുന്ന വെല്ലുവിളി. വളരെ വിമർശനം കേട്ടതുമാണ്. പക്ഷേ ഇത്തവണ അത് മറികടക്കുന്നതിന് വേണ്ടി C. ദിവാകരൻ എന്ന CPIയുടെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി. അത് ഏറെക്കൂടെ ഫലം കാണുന്ന രീതിയിലാണ് പ്രചരണ രംഗം മുന്നോട്ട് പോകുന്നതും. നഗരമേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മണ്ഡലങ്ങൾ, അതായത് നെയ്യാറ്റിങ്കര, പാറശാല, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇടതുമുന്നണി കൂടുതൽ കരുത്ത് തെളിയിച്ച പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 3 സ്ഥാനാർത്ഥികൾക്ക്, 3 മുന്നണികൾക്ക് ഒരേ സാധ്യത കൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾക്കൊന്നും ആ തരത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കമുണ്ട് എന്ന തരത്തിലേക്ക് പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല തിരുവനന്തപുരത്തുള്ളത്. അതിശക്തമായ തിരുവനന്തപുരം ഇതുവരെ കാണാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം 3 ദിവസം അവശേഷിക്കുന്നു. 3 ദിവസത്തെ അടിയൊഴുക്കുകൾ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ പ്രകടമാകും, അവസാന നിമിഷം ജനവിധിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എല്ലാ ഘടകങ്ങളും, വിശ്വാസ വിഷയങ്ങളടക്കമുള്ള എല്ലാ ഘടകങ്ങളും തിരുവനന്തപുരത്ത് അതിനിർണായകമാണ് എന്നതുകൂടി തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയപരമായ പ്രത്യേകതയാണ്. സജിത്താണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ മൂഡ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോകാം. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഷഹീദ്, ഇനി 54 മണിക്കൂറുകൾ മാത്രം ജനം വിധി എഴുതാൻ. ഇപ്പോൾ എന്താണ് ആ മണ്ഡലത്തിൻ്റെ അവസ്ഥ? ഒടുവിലത്തെ ചിത്രം. ഗോപി, MK രാഘവൻ എന്ന UDF സ്ഥാനാർത്ഥി 2009 മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കിയതാണ്. അതിനുശേഷം അദ്ദേഹം 2014 കൂടുതൽ ഭൂരിപക്ഷത്തിന് 2009 800-ൽ പരം വോട്ടുകൾക്ക് റിയാസിനെ അട്ടിമറിച്ച് വിജയം നേടി കോഴിക്കോട് കൈപ്പിടിയിലാക്കി. 2014 ലീഡ് 15,000 ആക്കി ഉയർത്തി.
രാഘവന് ജനങ്ങളിലെ വോട്ടർമാരുമായുള്ള ഒരു ആത്മബന്ധമാണ് UDF പ്രധാനമായും തുടക്കം മുതൽ ഇപ്പോഴും പ്രചാരണ രംഗത്ത് വളരെ സജീവമായി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയത, സ്വീകാര്യത, ജനങ്ങളുമായുള്ള ബന്ധം ഇത് മുതലെടുത്തുകൊണ്ട് രാഘവന് വലിയ മുന്നേറ്റം സ്ഥാപിക്കാൻ കഴിയും, വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഇപ്പോഴും ഉള്ളത്. ആ തരത്തിലുള്ള പ്രചരണ സംവിധാനവുമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിട്ടയായ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിലുപരിയായിട്ട് ജനങ്ങളെ കൂടുതൽ ആവേശം വരുത്തുന്ന രീതിയിലുള്ള റോഡ് ഷോ ഉൾപ്പെടെയുള്ള വലിയ ഇന്നലെയൊക്കെ സിദ്ധു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് ആ രീതിയിൽ ജനങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് MK രാഘവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വരുന്ന ദിവസങ്ങളിലും അദ്ദേഹം റോഡ് ഷോകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആ തരത്തിലുള്ളൊരു പ്രചരണം. പക്ഷേ ഇടതുപക്ഷം ഈ പ്രദീപ് കുമാർ എന്ന വലിയ ജനകീയനായ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ MLA വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രചാരണം LDFും ഇടതുമുന്നണിയും കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് MK രാഘവനെ എന്നുള്ള MK രാഘവൻ്റെ ജനകീയതയെ തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ ജനകീയതയെ മറികടക്കാൻ ആ തരത്തിൽ സമാനമായ ജനകീയ സ്വീകാര്യതയും വികസന കാഴ്ചപ്പാടുകളും മുന്നോട്ട് വെക്കുന്ന ഒരു MLA തന്നെ LDF മണ്ഡലത്തിൽ ഇറക്കി എന്നുള്ളതാണ് പ്രദീപ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവർ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രധാനമായും LDFിൻ്റെ പ്രധാന ക്യാമ്പയിൻ വിഷയവും. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 2 സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ഗുണങ്ങൾ ഏറെക്കുറെ വളരെയധികം പരാമർശിക്കപ്പെടുന്ന ഒരു പ്രചരണത്തിനാണ് കോഴിക്കോട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. MK രാഘവൻ്റെ പ്രതിച്ഛായയും പ്രദീപ് കുമാറിൻ്റെ വികസന കാഴ്ചപ്പാട് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ രണ്ട് വ്യക്തിപ്രഭാവങ്ങൾ നമ്മൾ ഏറ്റുമുട്ടലായി കോഴിക്കോട് മാറി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് MK രാഘവനെതിരെയുള്ള ഒളിക്യാമറ വിവാദം വന്നത്. അത് വലിയൊരു തിരിച്ചടി UDF ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരുന്നു, വലിയൊരു മ്ലാനത ഉണ്ടാക്കിയിരുന്നു. UDF പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ പിന്നീട് പതുക്കെ UDF അതിൽ നിന്നും ഈ ഒളിക്യാമറ വിവാദം ഉണ്ടാക്കിയ ഈ പ്രതിച്ഛായ നഷ്ടത്തെ മറികടക്കാനുള്ള ഒരു നീക്കം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മുതിർന്ന നേതാക്കന്മാർ ഉമ്മൻചാണ്ടി, MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്നലെ സിദ്ധു ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഈ MK രാഘവനുണ്ടായി പ്രതിച്ഛായ നഷ്ടം തിരിച്ചുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഈ ഒളിക്യാമറ വിവാദം ഉണ്ടായ സമയത്ത് ഇടതുപക്ഷ ക്യാമ്പുകൾ വളരെ സജീവമായി ഇത് പ്രചരണ പൊതുയോഗങ്ങളിലെല്ലാം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇടത് ക്യാമ്പുകളും CPM ക്യാമ്പുകളും ഇപ്പോൾ ഈ ഒളിക്യാമറ വിവാദം അല്ലെങ്കിൽ ഒളിക്യാമറ ആരോപണം ഇപ്പോൾ സജീവമായി ഉന്നയിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഒരു ഒളിക്യാമറ വിവാദത്തിൽ നിന്നും അതിൽ നിന്നും പരിക്കേൽക്കാതെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം MK രാഘവനും ഒപ്പം UDF ക്യാമ്പുകൾക്കും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ രാഷ്ട്രീയപരമായി ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ മേൽ രാഘവൻ്റെ വ്യക്തിപ്രഭാവം മുതലെടുത്തുകൊണ്ട് ജയിച്ചു കയറാമെന്ന ഒരു മോഹത്തിന് ഒളിക്യാമറ വിവാദം ഉണ്ടാക്കിയ പരിക്ക് ഇപ്പോൾ മറികടന്നു എന്നാണ് UDF ക്യാമ്പുകൾ ആത്മവിശ്വാസത്തോടുകൂടി വിലയിരുത്തുന്നത്. കഴിഞ്ഞ അതേ രീതിയിൽ തന്നെ LDFിൻ്റെ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പുകൾ വെച്ച് 1 ലക്ഷത്തോളം വോട്ടിന് LDF ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം MK രാഘവനുണ്ട്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലഭിക്കുന്ന ആനുകൂല്യം, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കും. ഒപ്പം ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശ്വാസികളുടെ വോട്ടുകളും തനിക്ക് ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസം MK രാഘവൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് MK രാഘവനുള്ളത്. മറിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം LDFിൻ്റെ CPMന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നിട്ട് കൂടി 2009 CPMൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ഈ മണ്ഡലം കൈമോശം വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഒപ്പം 2014 ജില്ലക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയരാഘവനെ വന്നതിലൂടെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിലുള്ള ഒരു പോരായ്മ, ഇത് രണ്ടും പ്രദീപ് കുമാറിനെ കൊണ്ടുവന്നതിലൂടെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF ക്യാമ്പുകൾ മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസം. പ്രദീപ് കുമാർ എന്ന കരുത്തനായ സ്ഥാനാർത്ഥി, മറ്റ് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സ്ഥാനാർത്ഥി, പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നിലുണ്ട് എന്ന് അവർ ഉറച്ചു പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ കോഴിക്കോട് നോർത്തിൽ നടത്തിയ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നടത്തിയ ഇടപെടൽ, ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം മേഖലയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇതെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അവർ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം ഈ MK രാഘവന് ഈ BJP വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രചരണവും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ MK രാഘവന് പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസവും ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ചും രാഹുൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ MK രാഘവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ മുസ്ലിം വിഭാഗത്തിലെ കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ട്. ഇതും തനിക്ക് അനുകൂലമായി മാറുമെന്ന് പ്രദീപ് കുമാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ക്യാമ്പുകൾ വിലയിരുത്തുന്നുണ്ട്.
ഷഹീദാണ് കോഴിക്കോടുണ്ട്. ഇപ്പോഴത്തെ ഒരു മൂഡ് എന്താണെന്ന് പറഞ്ഞത്. ഇനി അനുമോദിലേക്കാണ്. അനുമോദ്, മലപ്പുറം, പൊന്നാനി 2 മണ്ഡലങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ, അവിടുത്തെ ചർച്ചകൾ. ഗോപി, മലപ്പുറം പൊന്നാനി നമ്മൾ നേരത്തെ എല്ലാം തന്നെ വിശകലനം ചെയ്യുന്നത് പോലെ UDFന്റെ ഉറച്ച കോട്ട, അതായത് ലീഗിന്റെ ശക്തിദുർഗമായിട്ടാണ് ഈ 2 മണ്ഡലങ്ങളും വിലയിരുത്തുന്നത്. നമ്മൾ ആദ്യം മലപ്പുറം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി തുടക്കം മുതൽ ആ പ്രചരണം തുടങ്ങിയ അത് മുതൽ വലിയ തോതിലുള്ള ആധിപത്യം പ്രചരണത്തിൽ പുലർത്തുന്നുണ്ട്. VP സാനുവാണ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവാണ് മുഖ്യ എതിരാളിയായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ UDFന് മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലമാണ് മലപ്പുറം. അഹമ്മദ് 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ 1,94,000 വോട്ടിന് ജയിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഉപതെരഞ്ഞെടുപ്പിൽ 1,71,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഇവിടെ ഈ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്നൊരു തന്ത്രമാണ് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറുവശത്ത് LDF ആണെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതിന് വലിയ തോതിലുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചരണത്തിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ VP സാനുവിന് വേണ്ടി യുവാക്കളെല്ലാം തന്നെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന്റെ അവസാന ഘട്ടമാകുമ്പോൾ ഒരു തരത്തിലും VP സാനു പുറകിൽ പോകാതെ വലിയ തോതിലുള്ള ആവേശത്തോടെ റോഡ് ഷോയും മറ്റും നടത്തി വോട്ടർമാരെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള പ്രചരണം VP സാനുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് മണ്ഡലത്തിൽ ഇതുവരെ നേടാത്തത്ര വോട്ടുകൾ ഇത്തവണ VP സാനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നേടാനാകുമെന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഭൂരിപക്ഷം 2 ലക്ഷത്തിന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ LDFന്റെ കണക്കനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ വെച്ച് ഉയർത്തുന്നത്. 1.5 ലക്ഷത്തിലേക്ക് താഴെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു നേട്ടമായിട്ടായിരിക്കും LDF ഒരുപക്ഷെ കാണുക. സ്വാഭാവികമായിട്ടും ഈ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മലപ്പുറം മണ്ഡലത്തിൽ നടക്കുമ്പോൾ പൊന്നാനിയിൽ ചിത്രം അല്പം വ്യത്യസ്തമാണ്. പൊന്നാനിയിൽ തുടക്കം മുതൽ തന്നെ LDFന് വലിയ പ്രതീക്ഷയുണ്ട ഒരു മണ്ഡലമാണ്. അതായത് അട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ടായിരുന്നു പൊന്നാനി കണക്കാക്കിയിരുന്നത്. കഴിഞ്ഞ തവണ 2014 V അബ്ദുറഹ്മാൻ ജയത്തിന് തൊട്ടടുത്ത്, അത് 25,000 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തോറ്റത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ട് വളരെ വലിയൊരു സംഖ്യയായിട്ട് പൊന്നാനിയെ സംബന്ധിച്ച് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം മറികടക്കാനുള്ള ശ്രമങ്ങളായിരുന്നു LDF തുടക്കം മുതൽ നടത്തിയത്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയ അന്ന് മുതൽ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ലീഗിന് ഇക്കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിരുന്നത് UDFന്റെ പ്രചരണത്തെയും ആദ്യഘട്ടത്തിൽ ചെറിയ തോതിൽ ബാധിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ മൂന്നാമത്തെ ലാപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് വലിയ തോതിലുള്ള മുന്നേറ്റം പ്രചരണത്തിൽ അവിടെ UDF കൈവരിച്ചിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീറിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒരു തരത്തിലും യുവാക്കളും പ്രായഭേദമില്ലാതെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ഇവിടെയാണ് പൊന്നാനിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി വരുന്നത്. കഴിഞ്ഞ 3-4 ദിവസത്തെ ചില സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് LDFന് പ്രതീക്ഷിച്ച ഒരു നേട്ടം അവിടെ കൈവരിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളെ നേരിട്ട് സ്വാധീനിക്കുമെന്നൊരു വിലയിരുത്തൽ ശക്തമാണ്. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ ഓരോന്നും ഉറച്ച വോട്ടുകളായി UDFന്റെ വോട്ടുകളായി ET മുഹമ്മദ് ബഷീറിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച നേട്ടം LDFന് അവിടെ കൈവരിക്കാൻ സാധിക്കുകയില്ല. എന്നാണെങ്കിലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആദ്യം ഒരു കടുത്ത പോരാട്ടം പൊന്നാനി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിലെത്തിക്കുമ്പോൾ അവിടെ UDFന് ഒരു മേൽക്കൈ വന്നിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീറിന് മികച്ചൊരു വിജയം നേടാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നൊരു സാധ്യതയാണ് പൊന്നാനിയിൽ നിലനിൽക്കുന്നത്. പക്ഷേ നമുക്കറിയാം വലിയ തോതിൽ അടിയൊഴുക്കൽ സംഭവിക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. കഴിഞ്ഞ തവണത്തെ ഫാക്ട് പല ഘടകങ്ങളും ഇപ്പോൾ ETക്ക് അനുകൂലമാണ്. കാരണം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ET മുഹമ്മദ് ബഷീർ അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം നിലമ്പൂരിലെ കോൺഗ്രസ് കോട്ട തകർത്തതാണ് അൻവർ 2016. സ്വാഭാവികമായിട്ടും അൻവറിനെ കൊണ്ട് മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കാൻ പൊന്നാനിയിൽ സാധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ അടിയൊഴുക്കുകൾ എന്താകുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊന്നാനിയിലെ ജയം നമുക്ക് പറയാൻ സാധിക്കുക. മലപ്പുറം പൊന്നാനി 2 മണ്ഡലങ്ങളെക്കുറിച്ചാണ്, മണ്ഡലങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് അനുമോദ് വ്യക്തമാക്കിയത്. ഇനി ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കോട്ടയത്തെ ഇനി 54 മണിക്കൂറുകൾ കൂടിയുള്ളൂ പ്രചാരണത്തിന്. കോട്ടയത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രചാരണ ചർച്ചകൾ ഏതു വഴിക്കാണ്?
ഗോപി, അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ കോട്ടയത്ത് ഈ പല തരത്തിലുള്ള അവധികളും, ഇന്ന് ദുഃഖവെള്ളി അടക്കമുള്ള പല അവധികളും വന്നുകൊണ്ട് തന്നെ പ്രചരണം അല്പം തണുത്തിട്ടുണ്ട്. ഇന്ന് 3 സ്ഥാനാർത്ഥികളും പ്രചരണത്തിലില്ല. ഇന്ന് ദുഃഖവെള്ളി എന്ന പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് 3 സ്ഥാനാർത്ഥികളും പ്രചരണത്തിലില്ല. എടുത്തു പറയേണ്ടത് KM മാണിയുടെ മരണശേഷം ഉണ്ടായ ചില മാറ്റങ്ങളാണ്. അതിൽ UDF ക്യാമ്പിനും ഒപ്പം തന്നെ NDA ക്യാമ്പിലും അവരുടെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. KM മാണിയുടെ സ്മരണയിലുള്ള വോട്ടുകൾ നേടിയെടുക്കുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്നലെ മുതൽ തോമസ് ചാഴിക്കാടൻ മാണി സ്മൃതി യാത്ര പാലാ മണ്ഡലത്തിൽ നടത്തി വരുന്നു. ഇന്നില്ല, മറ്റന്നാളും ഏറ്റവും അവസാന ദിവസവും അതുതന്നെ തുടരുകയാണ്. തങ്ങളാണ് മാണിയുടെ പിൻഗാമികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ചെയർമാനായ PC തോമസും തന്നെയാണ് ഈ ഒരു കേരള കോൺഗ്രസിന്റെ ഐക്യത്തിന് മാണി ചുമതലപ്പെടുത്തിയത്. മാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന നിലയിൽ തന്നെ തനിക്കാണ് അത്തരത്തിലുള്ള വോട്ട് ലഭിക്കുകയാണെങ്കിൽ നേടേണ്ടത് എന്ന തരത്തിൽ NDAയും ഒപ്പം തന്നെ കേരള കോൺഗ്രസും അത്തരത്തിലൊരു തർക്കം നടക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാന പ്രതീക്ഷ, തോമസ് ചാഴിക്കാടൻ്റെ പ്രതീക്ഷ KM മാണിയുടെ വോട്ട് ഈ മരണത്തെ തുടർന്നുണ്ടായ സഹതാപം തരംഗം തന്നെയാണ്. അവരുടെ പ്രചരണ രീതികൾ ഏതാണ്ട് പൂർണ്ണമായും അങ്ങനെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥി CPM ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന VN വാസവൻ്റെ പ്രചരണം ഒരേ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. വിവിധ പാർട്ടി കേന്ദ്രങ്ങളിൽ മികച്ച തരത്തിൽ ആസൂത്രണം നടത്തിക്കൊണ്ടുള്ള സംഘടനാ സംവിധാനങ്ങളുമായി VN വാസവൻ മുന്നോട്ട് പോകുന്നു. KM മാണിയുടെ മരണശേഷം അവിടെ അങ്ങനെ ഒരു വോട്ടിന് ഒരു സാധ്യതയുമില്ല. KM മാണിയുടെ മക്കളൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. മാത്രവുമല്ല ഇനി കേരള കോൺഗ്രസിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ CPMലേക്ക് വോട്ടുകൾ വരും എന്നതാണ് VN വാസവൻ്റെ പ്രതീക്ഷ. മാത്രമല്ല പാർട്ടിയുടെ ഉറച്ച കോട്ടകളായ ഏറ്റുമാനൂരും വൈക്കത്തും മികച്ച ലീഡ് നേടാൻ കഴിഞ്ഞാൽ അത് തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സംഘടനാ സംവിധാനം കൊണ്ട് തന്നെ മികച്ച പ്രവർത്തനവുമായി VN വാസവൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 5 നിയോജക മണ്ഡലങ്ങളിലും UDF വലിയ ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ആകെ എടുത്താൽ 2 മാത്രമാണ് LDFന് ഭൂരിപക്ഷമുള്ളത്. ആ ഒരു മുൻതൂക്കം കൂടി UDF ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം KM മാണിയുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന സഹതാപ തരംഗവും. NDAയും പ്രതീക്ഷ അർപ്പിക്കുന്നു. മൂവാറ്റുപുഴയിലടക്കം അട്ടിമറി ജയം നേടിയ PC തോമസിലൂടെ BJPയുടെ സ്ഥിരം വോട്ടുകൾ നേടിയ ഒപ്പം തന്നെ PC തോമസ് എന്ന നിലയിൽ വ്യക്തിപരമായി നേടുന്ന വോട്ടുകൾ കേരള കോൺഗ്രസിൽ നിന്നും ഈ കോട്ടയത്ത് UDF മുന്നണിയിൽ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികളും പൂർണ്ണമായും മാറിയിട്ടില്ല. കോൺഗ്രസ് പൂർണ്ണ സജ്ജമായി ഈ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം പോലും പല ഘട്ടത്തിലും ഉള്ളിൽ പുകയുന്നുണ്ട്. അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ തന്നെയും തങ്ങളിലേക്ക് കിട്ടും, PC തോമസ് എന്ന വ്യക്തിയിലേക്ക് കിട്ടുമെന്നതാണ് NDAയുടെ പ്രതീക്ഷ. അതേ പ്രതീക്ഷ തന്നെ VN വാസവനും വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ അവസാന ദിവസങ്ങളിൽ പ്രചരണം തണുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു ഞായറാഴ്ച നാളെ പ്രചരണമുണ്ട്. ഞായറാഴ്ച UDFനെ സംബന്ധിച്ച് മാണി സ്മൃതി യാത്ര മാത്രമാണുള്ളത്. എന്തായാലും നിശബ്ദമാണ് മണ്ഡലം എന്നുകൂടി പറയേണ്ടി വരും. വോട്ടർമാരുടെ മനസ്സിൽ എന്ത് എന്നുള്ളത് ഈ ഒരുപക്ഷെ ഈ സഹതാപ തരംഗം അങ്ങനെ തന്നെ ഫലിക്കണം എന്നൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് മികച്ച സ്ഥാനാർത്ഥി ആര് എന്ന തീരുമാനത്തിലേക്ക് പോലും മണ്ഡലം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഈ നേരത്തെ തന്നെ പാർലമെന്ററി പരിചയം ഉണ്ടായിരുന്നവരാണ്. അവരുടെ പ്രവർത്തനം എങ്ങനെയെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പോലും, കാരണം LDFനെ ഒന്നും തള്ളിക്കളയാനും കഴിയില്ല. പലതവണ സുരേഷ് കുറുപ്പ് ജയിച്ച മണ്ഡലമാണ്. VN വാസവനും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മണ്ഡലത്തിലുടനീളം പ്രവർത്തന പരിചയമുള്ള ആളാണ്, വ്യക്തിബന്ധങ്ങളുള്ള ആളാണ്. PC തോമസിനെയും തള്ളിക്കളയാനാകില്ല. തോമസ് ചാഴിക്കാടിനെ സംബന്ധിച്ച് നിരവധി തവണ MLA ആയിട്ടുള്ള ആൾ. അങ്ങനെ എല്ലാം കൊണ്ടും UDFൻ്റെ ആനുകൂല്യം ഉള്ള ഒരു മണ്ഡലം, അങ്ങനെ എല്ലാം കൊണ്ടും ആരെയും തള്ളിക്കളയാനാകാത്ത സ്ഥിതിയാണുള്ളത്. എന്തായാലും അവസാന ലാപ്പ് നിശബ്ദമാണെങ്കിൽ പോലും വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയം സജീവ ചർച്ച തന്നെയാണ്. ഗോപി. ശ്രീതാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ പ്രചാരണ ചൂട് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ പ്രസാദിലേക്കാണ്. പ്രസാദ്, പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ ഈ മണിക്കൂറിൻ്റെ ചർച്ചകൾ, അവിടുത്തെ പ്രചാരണ രീതികൾ, വരുന്ന മണിക്കൂറുള്ള പ്രചാരണ തന്ത്രങ്ങൾ വിശദമായി.
ഗോപി, ആദ്യം നമുക്ക് പാലക്കാട് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 1,05,300 വോട്ടിന് വിജയിച്ച ഈ മണ്ഡലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഏറെ പരിശ്രമകരമായിട്ട് തന്നെയായിരുന്നു അവർ തുടക്കത്തിൽ കണ്ടിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരുന്നില്ല മത്സരിച്ചത്. അന്ന് UDF-നോടൊപ്പം ഉണ്ടായിരുന്ന MP വീരേന്ദ്രകുമാറാണ് മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ 2009 MP രാജേഷ് വിജയിച്ചത് 1820 വോട്ടിനാണ്. ആ ഒരു സാഹചര്യത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തങ്ങൾ ഇവിടെ വിജയിക്കും എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രചാരണ രംഗത്ത് തുടക്കം മുതൽ തന്നെ LDF ഏറെ മുന്നേറിയെന്നും UDF-ന്റെ സമയത്ത് തുടക്കത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റ് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ഇടപെടുകയും പ്രവർത്തനത്തിൽ ഏകോപനമില്ല എന്നുള്ള പരാതിയെല്ലാം തന്നെ പരിഹരിച്ച് വളരെ ഒപ്പത്തിനൊപ്പം തന്നെ LDF-നൊപ്പം തന്നെ UDF-ന്റെ പ്രചാരണവും പാലക്കാട് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. BJP-യും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്നു. കഴിഞ്ഞ തവണ 1,36,000 വോട്ടാണ് BJP ഈ മണ്ഡലത്തിൽ നേടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 1,90,000 വോട്ടായി വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ മത്സരിക്കുന്നത് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ C. കൃഷ്ണകുമാർ. അദ്ദേഹം കഴിഞ്ഞ തവണ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് CPM-ന് ഏറെ സ്വാധീനമുള്ള മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിരുന്നു. ഈ ആത്മവിശ്വാസം BJP-യെ സംബന്ധിച്ചിടത്തോളം LDF-ന് വ്യക്തമായി പറയുകയാണെങ്കിൽ 3ാം തവണ മത്സരിക്കുന്ന MP രാജേഷിനെതിരെ MP എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തികളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും അനുയോജ്യമായ ഘടകം. പക്ഷേ MP രാജേഷിനെതിരെ പാർട്ടിക്കുള്ളിൽ CPM-നകത്ത് ചില ജില്ലാ നേതൃത്വത്തിനുള്ളിൽ ചില അസ്വസ്ഥതകളും പുകയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് LDF വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള LDF-ന് കിട്ടാവുന്ന കേരളത്തിലെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായ പാലക്കാടും ആലത്തൂരും അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകളോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ പാടില്ല എന്ന് സംസ്ഥാന നേതൃത്വം കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു മേൽക്കൈ LDF-ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് UDF-ഉം BJP-യും ഒപ്പത്തിനൊപ്പം എന്നതാണ് പാലക്കാട്ടെ സ്ഥിതി. പ്രധാനമായും ഇവിടെ ഉയർത്തുന്നത് BJP-ക്കെതിരെയും പ്രധാനമായി ഉയർത്തുന്നത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയാണ് മണ്ഡലത്തിലെ പ്രധാന ഒരു വിഷയമായി അവർ ഉയർത്തിയത്. അത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കുന്നതിന് പുറകിൽ BJP-യുടെ ഇടപെടലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ചാലിശ്ശേരിയിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. BJP അതിനെ മറിച്ചാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ കോച്ച് ഫാക്ടറി അവരാണ് അത് കൃത്യമായി നടപ്പിലാക്കാത്തത് എന്ന പ്രചരണമാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രചാരണത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പര്യടനം LDF-ന്റെ ഔദ്യോഗിക പര്യടനം കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മറ്റ് സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് LDF-ന്റെ പ്രചരണ പരിപാടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. UDF-ഉം BJP-യും അവരുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്നും നാളെയും കൂടി ഉണ്ടാകും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആലത്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു മത്സരം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം ഏറ്റവും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലത്തിൽ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആലത്തൂരിൽ പാലക്കാടിനേക്കാൾ കൂടുതൽ അവരുടെ സാധ്യത, കൂടുതൽ പേർ പിന്തുണ ആം ആദ്മി പാർട്ടി, അതോടൊപ്പം തന്നെ പ്ലാച്ചിമട സമരസമിതി തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ പരസ്യമായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനോടൊപ്പം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത്. ബിജുവിനെതിരെ ഉയർത്തിയിരുന്ന തുടക്കത്തിൽ UDF ഉയർത്തിക്കൊണ്ടിരുന്നത് ബിജു മണ്ഡലത്തിൽ സാന്നിധ്യം കുറവായിരുന്നു എന്നൊരു പ്രചാരണമാണ് ഉയർത്തിയിരുന്നത്. അതിനെ മറികടക്കാൻ തന്നെയാണ് LDF-ന്റെ പ്രചാരണം. തുടക്കം മുതൽ ആ ഒരു രീതിയിൽ പ്രതിരോധത്തിലായി നിന്നുകൊണ്ടാണ് ഈ പാലത്തൂരിൽ LDF-ന്റെ പ്രചാരണം വന്നത്. കാരണം ബിജുവിനെതിരെ വലിയ തോതിലുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ ബിജു മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് LDF അവരുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മറ്റൊരു അനുകൂല ഘടകം കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു. വടകരപ്പതി പഞ്ചായത്തിലെ ഒരു കർഷക സംഘടന അവിടുത്തെ കുടിവെള്ള ജലസേചന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പിൽ നോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നത്. ഏറെക്കുറെ 20,000-ഓളം വോട്ടാണ് കഴിഞ്ഞ തവണ നോട്ട് രേഖപ്പെടുത്തിയത്. അവർ പൂർണ്ണമായും ഇത്തവണ ബിജുവിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. രമ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുറമെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ, അവർ തുടക്കത്തിൽ പ്രചരണം നടത്തുന്ന സമയത്ത് അവർ പ്രചരണത്തിനിടെ പാട്ടുപാടുന്നത് അത് LDF-ലെ സോഷ്യൽ മീഡിയയിൽ LDF അനുകൂലികൾ അത് പ്രചരണമാക്കിയപ്പോൾ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു അനുകൂല തരംഗം, മറ്റൊന്ന് കഴിഞ്ഞ തവണ വിജയരാഘവൻ നടത്തിയിട്ടുള്ള വിവാദ പരാമർശം, ഇതെല്ലാം തന്നെ അവർക്ക് രമ്യയ്ക്ക് അനുകൂലമായിട്ട് മാറും എന്നതാണ് ഇവർ UDF കരുതുന്നത്. അതോടൊപ്പം തന്നെ UDF നടത്തുന്ന മറ്റൊരു പ്രചരണം BDJS ആണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJP-യിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നു.
തോന്നുന്നു. കഴിഞ്ഞ തവണ 37,000-ഓളം വോട്ടിനാണ് പി കെ ബിജു വിജയിച്ചിരുന്നത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90,000-ലേറെ വോട്ടിന്റെ ലീഡ് LDF-ന് ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മറികടക്കുക എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ ലക്ഷ്യം. അത് കൃത്യമായി ഇത്തരം വിവാദങ്ങൾ, ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവർക്ക് നിർത്താൻ കഴിയുക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ടേമിലും ഉണ്ടാകാത്ത തരത്തിൽ മികച്ച രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ ശക്തി അനുസരിച്ച് വളരെ കൃത്യമായ പ്രചാരണ പരിപാടികൾ തന്നെയാണ് ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ വിശദമായി പറഞ്ഞത്. ഇപ്പോൾ വിനോദ് ചേരുന്നു ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളെക്കുറിച്ച്. വിനോദ്, എന്താണ് ഈ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ പ്രചാര രീതികൾ, ഇപ്പോഴത്തെ ചർച്ചകൾ, വരും മണിക്കൂറിലെ പ്രചാരണം? ഗോപി, നമുക്ക് ആദ്യം ആലപ്പുഴയുടെ കാര്യം പരിശോധിക്കാം. കഴിഞ്ഞ 2 ടേമുകളിലും UDF-ന്റെ KC വേണുഗോപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഏതാണ്ട് 19,500 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. എന്നാൽ 2009-ലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പകുതി കണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. ഏതായാലും ആലപ്പുഴയുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടതുപക്ഷത്തോടും എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ UDF-നോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണുള്ളത്. VM സുധീരനും വക്കം പുരുഷോത്തമനും KC വേണുഗോപാലും ഒന്നിലേറെ തവണ ആലപ്പുഴയിൽ നിന്ന് UDF-ന് വേണ്ടി വിജയിച്ച് പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. അതേസമയം LDF-ന്റെ സ്ഥാനാർത്ഥികളും ഇവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ UDF ഷാനിമോൾ ഉസ്മാനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. വലിയ പ്രചരണമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ആലപ്പുഴയിലെത്തി UDF-ന് വേണ്ടി പ്രചരണ രംഗത്ത് ഇടപെടൽ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം LDF വലിയ പ്രതീക്ഷ ആലപ്പുഴയിൽ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം AM ആരിഫാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 തവണ അരൂരിൽ നിന്ന് MLA ആയ വ്യക്തിയാണ്. കഴിഞ്ഞ തവണ ഏറ്റവും മൂന്നാമത്തെ കൂടിയ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം അസംബ്ലിയിലെത്തിയത്. ഏതാണ്ട് 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം അരൂരിൽ നേടിയത്. സിറ്റിംഗ് MLA ആണ്, ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആരിഫിൽ വലിയ പ്രതീക്ഷയാണ് LDF വെച്ച് പുലർത്തുന്നത്. സീതാറാം യെച്ചൂരിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ആരിഫിന് വേണ്ടി പ്രചരണ രംഗത്ത് ആലപ്പുഴയിൽ എത്തുകയും ചെയ്തു. ആലപ്പുഴ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രളയം തന്നെയാണ്. ഒപ്പം തന്നെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമായി ഇരു മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ പ്രചരണത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. നരേന്ദ്രമോദി ഭരണത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ജനവിരുദ്ധ കേന്ദ്ര നടപടികൾക്കെതിരെയൊക്കെയുള്ള ഒരു പ്രചരണമായി തന്നെയാണ് ഇരു മുന്നണികളും തങ്ങളുടെ പ്രവർത്തനത്തെ വോട്ടർമാർക്ക് മുന്നിലെത്തിക്കുന്നത്. അതിന് തങ്ങൾക്ക് വോട്ട് വേണമെന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പ്രളയം വലിയ തോതിൽ ബാധിച്ച ഇടമാണ്. കർഷകർ നേരിട്ട ദുഃഖമുണ്ട്. താറാവ് കർഷകരും നെൽകർഷകരും ഒക്കെ തന്നെ വലിയ ദുഃഖം, പ്രയാസം അനുഭവിച്ച ഒരു ഘട്ടം കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാധാരണ ജനങ്ങളുടെ നേരിട്ടുള്ള ജീവിതത്തെ ബാധിച്ച വിഷയങ്ങൾ ഇവിടുത്തെ പോളിങ്ങിനെ ബാധിക്കും, സ്വാധീനിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശബരിമല പോലുള്ള വിഷയത്തെക്കാൾ ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും വോട്ടിങ്ങിനെ ബാധിക്കുന്നതുമൊക്കെ തന്നെ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണനാണ്. അദ്ദേഹം നേരത്തെ PSC-യുടെ ചെയർമാനായിരുന്നു, UDF-ന്റെ കോൺഗ്രസിൻ്റെ സഹയാത്രികനായിരുന്നു. പിന്നീട് അദ്ദേഹം മറുകണ്ഠം ചാടി BJP-യിലെത്തുകയും ഇവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതാണ്. വലിയ പ്രചരണമാണ്. നാളെ അമിത്ഷാ വൈകിട്ട് 4 മണിക്ക് പുന്നപ്രയിൽ BJP-യുടെ പ്രചരണത്തിന് വേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ BJP-യും വലിയ പ്രചരണം തന്നെയാണ് ആലപ്പുഴയിൽ നടത്തുന്നത്. ഏതായാലും നെക്ക് ടു നെക്ക് എന്ന രീതിയിൽ തന്നെയാണ്, കടുത്ത പോരാട്ടം തന്നെയാണ്. ആർക്കെങ്കിലും ഒരു ഈസി വാക്ക് ഓവർ ഇവിടെ പറയുന്ന ഒരു സാഹചര്യം എന്തായാലും ആലപ്പുഴയിലില്ല. അതേസമയം നമ്മൾ മാവേലിക്കരയിൽ പോയാൽ 8 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതിൽ 6ലും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷാണ് UDF-ന്റെ ഇത്തവണയും മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി. തുടക്കത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഒരു മേൽക്കൈ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മുന്നണിക്ക് വിജയം ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ചിറ്റയം ഗോപകുമാറാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം 2 തവണ MLA ആയ ആളാണ്. ഇപ്പോഴും അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. ചിറ്റയത്തിന് അവിടെ വിജയസാധ്യത LDF വലിയ പരിഗണന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കരുതലാണ് LDF-നുള്ളത്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ബാലകൃഷ്ണപിള്ള ഫാക്ടറാണ്. പത്തനാപുരം, കൊട്ടാരക്കര പോലുള്ള മണ്ഡലങ്ങളിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. നേരത്തെ അദ്ദേഹം UDF-നൊപ്പമോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് സഹായിക്കുന്ന സാഹചര്യത്തിലോ അദ്ദേഹം വിജയിച്ചിരുന്നു. ബാലകൃഷ്ണപിള്ള എതിർത്ത സമയങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് തോൽക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NSS-ന്റെ നിലപാടാണ്. ശബരിമല വിഷയത്തിൽ ഇടതുമുന്നണിയോടും CPM-നോടും പിണറായി വിജയനോടും സുകുമാരൻ നായർക്ക് വലിയ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ NSS-ന്റെ വോട്ടുകൾ ബ്ലോക്കായി ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം പോകില്ല. അതുതന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതും. ഏതായാലും പ്രളയം വലിയ തോതിൽ ബാധിച്ച ചെങ്ങന്നൂരും കുട്ടനാടും ഉൾപ്പെടുന്നത് മാവേലിക്കര മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം അവിടെ
വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മൾ അവിടുത്തെ കർഷകരോട് നമ്മൾ സംസാരിച്ചതാണ്. രണ്ട് മണ്ഡലങ്ങളിൽ ഒരു പൊതുചിത്രം. നമുക്ക് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി കടക്കാനുണ്ട്. അശ്വിൻ ചേരുന്നു വയനാട്ടിൽ നിന്നും. അശ്വിൻ, അവിടുത്തെ ഒരു പൊതുചിത്രം എന്താണ്? ഗോപി, വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയൊരു പ്രചാരണ ചൂടിലേക്ക് വയനാട് എത്തിയിരിക്കുന്നു. മുൻപൊന്നും ഇത്രയൊന്നും ആവേശം വയനാട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാഹുലിൻ്റെ വരവോടുകൂടി തന്നെ വയനാട് ഒരു VVIP മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ മറ്റു മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾ എല്ലാം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വൈകി മാത്രമാണ് നമുക്കറിയാം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ബൂത്ത് കയറിയുള്ള പ്രവർത്തനം, വീട് കയറിയുള്ള പ്രവർത്തനം, ഇത്തരം പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് അല്പം പിന്നിലാണെന്നുള്ളൊരു മണ്ഡലത്തിൽ മുഴുവനായിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ രാഹുലിൻ്റെ വരവോടുകൂടി അക്കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ വലിയൊരു ആവേശത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം, അവധി ദിവസമായിട്ട് കൂടിയും ഈ ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ വീട് കയറിയുള്ള പ്രചരണങ്ങളിലേക്ക് സ്ലിപ്പും അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മെഷീൻ, വോട്ടിംഗ് മെഷീൻ്റെ മാതൃകയുമായി വീട് കയറിയുള്ള പ്രചരണത്തിലേക്ക് എത്തുന്നു. നാളെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ട്. മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 5 പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിക്കുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു. പ്രിയങ്ക വരുന്നതോടുകൂടി തന്നെ വലിയൊരു ആവേശം ഇവിടെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇപ്പോഴുള്ള ഒരു ധാരണ. നേരത്തെ നമുക്കറിയാം വയനാട് മണ്ഡലം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ ഒരു UDF അനുകൂല മണ്ഡലമായാണ് വയനാട് മണ്ഡലം കിടന്നിരുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ UDFിൻ്റെ ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. നേരത്തെ 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം MI ഷാനവാസിന് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ അത് ഏതാണ്ട് 20,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് MI ഷാനവാസ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം, 1.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ രാഹുലിൻ്റെ വരവോടുകൂടി തന്നെ ആ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് മുകളിലേക്ക് കടക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ. പക്ഷേ 3 ലക്ഷം വരെ എത്തിയില്ലെങ്കിൽ പോലും 2 ലക്ഷത്തിന് താഴേക്ക് ഭൂരിപക്ഷം പോയി കഴിഞ്ഞാൽ തന്നെയും അത് ഏതാണ്ട് ഒരു പരാജയം പോലെ തന്നെയായിരിക്കും കണക്കാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി പോകാം. ആറ്റിങ്ങിൽ നിന്നും കാർത്തികാണ് ചേരുന്നത്. കാർത്തിക്, ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ ചർച്ചകൾ, പ്രചാരണ രീതികൾ? പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആദ്യഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സാഹചര്യം. അവസാന റൗണ്ടിൽ ലക്ഷണമൊത്ത ത്രികോണ മത്സരത്തിനാണ് ആറ്റിങ്ങലിൽ അരങ്ങൊരുങ്ങുന്നത്. തെക്കൻ ജില്ലകളിൽ ഏറ്റവും സുരക്ഷിതം എന്ന് LDF കരുതിയിരുന്ന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ UDFിനും BJPക്കും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യം സ്ഥാനാർത്ഥിയായി എത്തിയ A സമ്പത്ത് മണ്ഡലത്തിൽ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. 10 വർഷക്കാലം പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളും അതോടൊപ്പം തന്നെ വികസന നേട്ടങ്ങളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ചൂണ്ടിക്കാട്ടിയായിരുന്നു മണ്ഡലത്തിൽ ഉടനീളമുള്ള വോട്ടഭ്യർത്ഥന. മണ്ഡലത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ സുപരിചിതനാണ്. രണ്ടാം ഘട്ടം ആണ് ആറ്റിങ്ങലിൽ സമ്പത്ത് പ്രചരണ രംഗത്ത് സജീവമായ ശേഷമാണ് UDF സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് എത്തുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്ന പിന്നോട്ട് പോക്ക്, അതിൽ വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ അടൂർ പ്രകാശിന് സാധിച്ചു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ബൂത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അടൂർ പ്രകാശിൻ്റെ പ്രചരണം. ചിറയൻകീഴ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ 5-ലധികം റൗണ്ട് പ്രചരണം നടത്തി. ആറ്റിങ്ങലിൽ വ്യക്തമായ മേൽക്കൈ LDFിന് ഉണ്ടാകും എന്ന് UDF കണക്കുകൂട്ടുന്നു. അതായത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈ LDFിന് ഉണ്ടാകും. പക്ഷേ അത് മറികടക്കാൻ അരുവിക്കര, കാട്ടാക്കട, ചിറയൻകീഴ് മണ്ഡലത്തിലടക്കം ഇത്തവണ വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്നും അതിലൂടെ വിജയം സുനിശ്ചിതമാക്കാം എന്നും ആണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. ഏതായാലും ഈ ആത്മവിശ്വാസങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥികൾ അവസാന റൗണ്ടിലെയും പ്രചരണം കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടത്തിൽ ബൈപ്പാസ് ആറ്റിങ്ങിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ശ്യാം ദേവരാജ് ചേരുന്നു കൊല്ലത്തിൻ്റെയും പത്തനംതിട്ടയുടെയും ഇപ്പോഴത്തെ പ്രചാരണ രീതികളെക്കുറിച്ച്. ശ്യാം, കൊല്ലം, പത്തനംതിട്ട ഈ 2 മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ സജീവ ചർച്ചകൾ, ആ മണ്ഡലങ്ങളുടെ ഒരു പൊതുമൂഡ് ഇപ്പോൾ എന്താണ്? സംസ്ഥാനത്ത് ഏറ്റവും കടുത്ത മത്സരം അരങ്ങേറുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. 2 ഇടതു പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ, അതായത് RSPയിൽ നിന്ന് NK പ്രേമചന്ദ്രൻ UDFിന് വേണ്ടിയും LDFിനായി CPMലെ KN ബാലഗോപാലും മത്സരിക്കുന്നു. 2 ഇടതു പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. NDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് KV സാബുവാണ് ജനവിധി തേടുന്നത്. CPMനെ സംബന്ധിച്ച് കൊല്ലം അഭിമാന പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയും കൈവിട്ടുപോയ മണ്ഡലം.
ഇത്തവണ എങ്ങനെയും തിരിച്ചു പിടിക്കുന്നതാണ് LDFനെ സംബന്ധിച്ച് KN ബാലഗോപാലിനെ രംഗത്തിറക്കിയതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. ഒപ്പം UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആയ NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രൻ ഇത്തവണയും സീറ്റ് നിലനിർത്തുക എന്നത് RSPയെ സംബന്ധിച്ചുകൂടി അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടത്. അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ കൊല്ലം ബൈപ്പാസിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാഹളം അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ NK പ്രേമചന്ദ്രനെതിരെ BJP ബന്ധം ഉൾപ്പെടെയുള്ള ആരോപിച്ചാണ് CPM അതിൻ്റെ രാഷ്ട്രീയ പ്രചരണം തുടങ്ങിയത്. തിരിച്ച് അതിന് മറുപടിയുമായി നൽകിയത്. ഇനി തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സുവി ചേരുന്നു. സുവി, തൃശ്ശൂരിൻ്റെ അവസ്ഥ? വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കിയിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് കലാശക്കൊട്ട്. അതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിക്കും. ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തി നിൽക്കുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും ഒരേ സമയം വിജയസാധ്യത വെച്ചു പുലർത്തുകയാണ്. UDF പ്രധാനമായും പറയുന്നത് ജനസമ്മതി കൊണ്ടും സംഘാടന മികവ് കൊണ്ടും കാര്യശേഷി കൊണ്ടും പ്രശസ്തനായ TN പ്രതാപൻ തന്നെ ലോക്സഭയിലേക്ക് ജയിച്ചു കയറും എന്നാണ്. മറ്റ് പ്രതികൂല അന്തരീക്ഷങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ഇവിടെയില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിച്ചു കയറും എന്നാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. എന്നാൽ LDF നിർത്തിയിരിക്കുന്നത് രാജാജി മാത്യു തോമസിനെയാണ്. ജനയുഗത്തിന്റെ പത്രാധിപരായ രാജാജി മാത്യു തോമസ് ദേശീയ രാഷ്ട്രീയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. ആദ്യം തന്നെ പ്രചാരണം ആരംഭിച്ച രാജാജി മാത്യു തോമസ് ഏതാണ്ട് തൃശൂർ മണ്ഡലത്തിലൂടെ ഏതാണ്ട് 5 വട്ടം പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്താൻ സാധിച്ചു, എല്ലാ വോട്ടർമാരെയും കാണാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. എങ്കിൽ കൂടിയും നിലവിലുണ്ടായിരുന്ന MP CN ജയദേവനെ മാറ്റിയതിനു ശേഷം മാറ്റിക്കൊണ്ടാണ് രാജാജി മാത്യു തോമസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് പ്രഖ്യാപിച്ചത്. എങ്കിലും ഈ മണ്ഡലത്തിൽ ഒരു തരംഗമുണ്ടാക്കാൻ ഒരു ഗ്ലാമർ പരിവേഷമുള്ള സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് സാധിച്ചു എന്ന വിലയിരുത്തലിലാണ് NDA കേന്ദ്രങ്ങൾ. സ്ത്രീ വോട്ടുകൾ പൂർണ്ണമായും സുരേഷ് ഗോപിക്ക് അനുകൂലമാകും. ഒപ്പം തന്നെ വ്യക്തിഗത വോട്ടുകളും കൂടുതൽ ലഭിക്കും എന്നാണ് NDA കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ ശബരിമല കൂടെ വിഷയമായി ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ വിവരങ്ങൾ നൽകിയത്. ഇനി ശ്രീനാഥിലേക്ക് കൊച്ചിയുടെ വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് അവസ്ഥ? എറണാകുളത്ത് UDFന്റെ ഉറച്ച മണ്ഡലമായിട്ടാണ് UDF കരുതുന്നത്. കാരണം 13 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നതിൽ 3 പ്രാവശ്യം മാത്രമാണ് ഇടതുമുന്നണിയെ എറണാകുളം പിന്തുണച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്കെടുത്താൽ ഏതാണ്ട് 84,000 വോട്ടിനാണ് KV തോമസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഇപ്രാവശ്യം അതിലും കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് UDF. പക്ഷേ LDF പറയുന്ന ഒരു കാര്യമുണ്ട്. 2009 സിന്ധു ജോയി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 10,000 വോട്ടിന് മാത്രമായിരുന്നു KV തോമസിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. മാത്രമല്ല മികച്ച പാർലമെന്റേറിയൻ കൂടിയായി അറിയപ്പെടുന്ന P രാജീവാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഇത്തവണ CPMന് വിജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. അതേപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം BJP ഏതാണ്ട് 99,003 വോട്ടുകൾ, ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് എറണാകുളം. ഇത്തവണ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് BJP ആ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. മാത്രമല്ല അൽഫോൺസ് കണ്ണന്താനം എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഈ 2 സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് നിർണായകമാണ് താനും. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ആം ആദ്മി ഏതാണ്ട് 45,000 വോട്ട് പിടിച്ച മണ്ഡലമാണ് എറണാകുളം. അവിടെ ആം ആദ്മി പിടിച്ച 45,000 വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതും വളരെ നിർണായകമാണ്. മറ്റൊന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ വളരെ യാദൃശികമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇന്നസെന്റ് വിജയിച്ചത്. മണ്ഡലത്തിലുണ്ടായ അടിയൊഴുക്ക് കാണാതെ പോയത് കൊണ്ടാണ് ഇന്നസെന്റിന്റെ മേൽക്കൈ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാകാതെ പോയത് എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള പരസ്പര ഗ്രൂപ്പ് വഴക്ക്, അതേപോലെ PC ചാക്കോയെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്, ഇതൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്നസെന്റ് വിജയത്തിലേക്ക് വഴിവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ AN രാധാകൃഷ്ണനാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥി. AN രാധാകൃഷ്ണൻ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് നേടിയ മണ്ഡലമാണ്. അത് വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത് ഇരട്ടിയാക്കാനുള്ള ഒരു ശ്രമമാണ് AN രാധാകൃഷ്ണൻ അവിടെ നടത്തുന്നത്. മാത്രമല്ല കിഴക്കമ്പലം 2020 അവിടെ മത്സര രംഗത്ത് ഇല്ല എങ്കിൽ പോലും അവർ പരസ്യമായി ഇന്നസെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഏതാണ്ട് 20,000-ഓളം വോട്ടുകളുണ്ട്. ഇടവേള.